നമസ്കാരം കൂട്ടുകാരെ. നിങ്ങളൊക്കെ പാൽപുട്ട് കഴിച്ചിട്ടുണ്ടോ? പലരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? പഴംനുറുക്കും കഴിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനൊരു പ്രത്യേക രീതിയിൽ പാൽപുട്ടും പഴംനുറുക്കും കൂടിയിട്ട് ഒരു കോംബോ, അത് നല്ല 5 സ്റ്റാർ സ്റ്റൈലാട്ടോ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം പാൽപുട്ട് ഉണ്ടാക്കാം. ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പാൽപ്പൊടി ചേർക്കുക, അല്പം ഉപ്പും ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാല് ചേർക്കണം കേട്ടോ. ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം നമ്മുടെ പശുവും പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി അതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്കത് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായി കുതിർന്ന് വന്നിട്ടും അത് തുറന്ന് അതിലേക്ക് അല്പം തേങ്ങ ചിരകിയതും കൂടിയിട്ട് ചേർത്ത് നന്നായി അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. നമ്മുടെ ചോറൊക്കെ കഴിക്കുന്ന കിണ്ണുണ്ടല്ലോ, അതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ അപ്പച്ചെമ്പിൽ സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കത് ആവിയേറ്റിയെടുക്കാം. ഇത് പാത്രത്തിലേക്ക് വെച്ചിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഴം നുറുക്കിയെടുക്കാം, കുറച്ച് ശർക്കര പാവ് കാച്ചിയത്, പിന്നെ അല്പം നെയ്യ്. ഇനി നമ്മളൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ലേ. എന്നിട്ട് നമുക്ക് കുറച്ച് ശർക്കര നീര് അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് ഉടഞ്ഞു പോവാതെ പതിയെ നമുക്കൊന്നതിനെ വരട്ടിയെടുക്കാം. ഈ കൂട്ടിലേക്ക് നമുക്ക് 3 ഓപ്ഷൻ ചേർക്കാം. ഒന്ന് ഇല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ അല്പം ഏലക്കായയുടെ പൊടി ചേർക്കാം, അല്ലെങ്കിൽ ജീരകപ്പൊടി ചേർക്കാം. ഞാൻ വാനില എസൻസാണ് ചേർത്ത കേട്ടോ. അടിപൊളിയാണ്. അത് ഒഴിച്ച് നോക്കിയാണ് എല്ലാവരും. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വാനില എസൻസിൻ്റെ കാര്യം. അതിനൊരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. ഞാൻ ഏലക്കാപ്പൊടി ചേർത്താൽ ഇവിടെ കുറച്ച് പേര് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ചേർത്ത് നോക്കി. ഇത് വീഡിയോയിൽ കാണിച്ചില്ല, കാരണം 3 ഓപ്ഷൻ ആക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വാനില എസൻസ് ചേർത്തുണ്ടാക്കിക്കോ, സൂപ്പറാണ്. നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുക, ഇത് അരിഞ്ഞത് വെക്കുക. ഇനി അതിന് നമുക്ക് കുറച്ച് തൈമ്പാൽ, തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാലും ഒരു പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കാം. സൂപ്പറാണേ. നമ്മൾ പുട്ടൊക്കെ എപ്പോഴും എപ്പോഴും പുട്ടല്ല കഴിക്കുന്നത്. ആ പുട്ടിന് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ കഴിച്ചേക്കരുത്. 5 സ്റ്റാർ പുട്ടായിട്ടുണ്ട് കേട്ടോ. ഞാനത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.